നമുക്കിനി എന്താണ് ഇൻഫെക്ഷൻ എന്നും എന്താണ് ഡിസീസ് എന്നും നോക്കാം. കുറച്ച് ടേംസ് പഠിക്കണം. നമുക്കത് നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ. എന്താണ് ഈ ഇൻഫെക്ഷൻ? അണുബാധ. മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? അണുബാധ എന്ന് പറയും. എന്താണ്? എപ്പോഴാണ് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്? ഏതെങ്കിലും ഒരു ഫോറിൻ സബ്സ്റ്റൻസസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് അവരവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് പറയാം? ഇൻഫെക്ഷൻ ആയി എന്ന് പറയാം. ഓക്കെ. നമുക്കത് ഹാം ആണ്. ഓക്കെ. എങ്ങനെയാണ്? എന്താണ് ഇൻഫെക്ഷൻ? ആൻ ഇൻഫെക്ഷൻ ഒക്കേഴ്സ് വെൻ എ ഫോറിൻ ഓർഗാനിസംസ് മെയിനായിട്ടും ആരാണ്? പ്രൈമറിലി നമുക്ക് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് ആരാണ്? പാത്തോജൻസ് ആണ്. പാത്തോജൻസ് മാത്രമാണോ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ബോഡിയിൽ? അല്ല. ചില ടോക്സിൻസും കെമിക്കൽസും വേറെ അതർ ഫോറിൻ സബ്സ്റ്റൻസസ് ഒക്കെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ മെയിനായിട്ടും ആരാണ് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ടും ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന ആരാണ്? പാത്തോജൻസ് ആണ്. അപ്പോൾ എന്താണ് ഇൻഫെക്ഷൻ? എന്താണ് അണുബാധ? An infection occurs when a foreign organisms, pathogens, enters a പേഴ്സൺസ് ബോഡി ആൻഡ് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലേക്ക് വരികയും ചെയ്യും, അവിടെ വെച്ച് അത് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും. അത് നമുക്ക് എന്താക്കും? ഹാം ഉണ്ടാക്കും. ഓക്കെ. ഇതാണ് നമ്മൾ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഈ ഡിസീസ്? ഈ ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ മീൻസ് നമ്മുടെ മൈക്രോ ഓർഗാനിസ് പാത്തോജൻസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത് അവരവിടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്നിട്ട് അവർ നമ്മുടെ ടിഷ്യൂസിനൊക്കെ ഡാമേജ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പറയാം ഇൻഫെക്ഷൻ എന്തായിട്ട് മാറി? ഡിസീസായിട്ട് മാറി. നമ്മളിപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് നമുക്ക് അൺട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മളത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്തായിട്ട് മാറും? ഡിസീസായിട്ട് മാറും. അപ്പോൾ ഇൻഫെക്ഷൻ ആണ് എന്തായിട്ട് മാറുന്നത്? ഡിസീസായിട്ട് മാറുന്നത്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്താക്കും? അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഈ പാത്തോജൻസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്നത് ഏതൊക്കെ വഴിയാണ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്? മൗത്ത് ഓപ്പണിങ്സ് വഴിയാണ് നമ്മുടെ ബോഡിയിലേക്ക് പാത്തോജൻസ് എൻ്റർ ചെയ്യുന്നത്. മൗത്ത് ഉണ്ട്, നോസ് ഉണ്ട്, ഐസ് ഉണ്ട്. കണ്ണിലൂടെ ഐസ്. അതേപോലെ തന്നെ വൂണ്ട് എന്ന് വെച്ചാൽ മുറിവ് പറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് സർഫസസുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് വൃത്തിയില്ലാത്ത പ്രതലങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അണുക്കൾ നമ്മുടെ ബോഡിയിൽ ഉള്ളിലേക്ക് എത്തും. ഓക്കെ. പാത്തോജൻസ് നമ്മുടെ ബോഡിയിലേക്ക് എത്തും. അപ്പോൾ എന്താണ് ഇൻഫെക്ഷൻ? An infection occurs when a foreign organism's pathogens enter a person's body and cause harm. Person's body and multiply and cause harm. ഓക്കെ അല്ലേ? ഇൻഫെക്ഷൻ ക്യാൻ കോസ് ഇൻഫെക്ഷൻ്റെ നമ്മൾ അൺട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടാണ് ഡിസീസ്. ഡിസീസ്? എൻ അബ്നോർമൽ കണ്ടീഷൻ ദാറ്റ് എഫക്ട് ദ സ്ട്രക്ചർ ഓർ ഫങ്ഷൻ ഓഫ് എൻ ഓർഗാനിസം. നമ്മൾ ടോട്ടലി നമുക്ക് എല്ലാ കാര്യങ്ങളിലും അത് ബാധിക്കും ആണല്ലോ. ഡിസീസിനെ സിമ്പിളായിട്ട് പറയും, ഡിസീസ് ഈസ് എ റിസൾട്ട് ഓഫ് എൻ ഇൻഫെക്ഷൻ ഓർ അതർ ഫാക്ടർ. ഇൻഫെക്ഷൻസ് മാത്രമല്ല വേറെ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാകുന്ന ഡിസീസ് ഉണ്ടാകുന്നുണ്ട്. ഡിസീസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? അവയ്ക്ക് നമുക്ക് സ്പെസിഫിക് സിംറ്റംസ് ഉണ്ടാവും, സൈൻ ആൻഡ് ചേഞ്ചസ് ഇൻ ദ ബോഡീസ് ഫങ്ഷൻ. അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ പാത്തോജൻസിൻ്റെ എൻട്രി അവരവിടെ വന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇൻഫെക്ഷൻ ആവുന്നത്. ഡിസീസ്? വൈൽ ഡിസീസസ് ഈസ് ദ റിസൾട്ടിങ് ഹാം ടു ദ ബോഡി, റൈറ്റ്. ഇൻഫെക്ഷൻ വന്ന് അത് നമ്മുടെ ടിഷ്യൂസിനൊക്കെ ഡാമേജ് വരുത്തി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? ഡിസീസായിട്ട് മാറി. നോട്ട് ഓൾ ഇൻഫെക്ഷൻ ലീഡ്സ് ടു ഡിസീസ്. എല്ലാ ഇൻഫെക്ഷനും എന്തായിട്ട് മാറുന്നില്ല? ഡിസീസായിട്ട് മാറുന്നില്ല. ബട്ട് ഓൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ ആൻ അണ്ടർലൈങ് ഇൻഫെക്ഷൻ ഓർ അതർ ഫാക്ടേഴ്സ്. നമുക്ക് എന്ത് ഡിസീസ് ഉണ്ടാകുന്നുണ്ടോ അതൊക്കെ എന്തുകൊണ്ടാണ്? ഇൻഫെക്ഷൻസ് കൊണ്ടാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ വേറെ ഫാക്ടേഴ്സ് കൊണ്ടാണ് നമുക്ക് അസുഖം ഉണ്ടാകുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് ഇമ്മ്യൂണിറ്റി, എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം, എന്താണ് നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ്, എന്താണ് ഇമ്മ്യൂണോളജി. ഇതാണൊക്കെ നമ്മുടെ മെയിനായിട്ടുള്ള ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ആദ്യം എന്താണ് മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞ് മൈക്രോസ്കോപ്പിക് ഓർഗാനിസത്തിനാണ് നമ്മൾ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അവരിൽ നമ്മുടെ ബോഡിയിലേക്ക് വന്നിട്ട് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെയാണ് നമ്മൾ പറയുന്നത്? പാത്തോജൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഫോറിൻ സബ്സ്റ്റൻസസ് എന്ന് പഠിച്ച് നമ്മുടെ ബോഡിയിലില്ലാത്ത പുറമേ നിന്ന് വരുന്ന ആരായിക്കോട്ടെ അവരെന്താണ് നമ്മൾ ബോഡിയിലേക്ക് വരുന്ന അവരെ നമ്മൾ എന്താണ് വിളിക്കുക? ഫോറിൻ സബ്സ്റ്റൻസസ് എന്ന് വിളിക്കുക. അവരെ നമുക്ക് വേറൊരു പേരാണ് ആൻറ്റിജൻ. ആൻറ്റിജൻ. ഇവർ നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇവരെ എലിമിനേറ്റ് ചെയ്യും. ഫോറിൻ സബ്സ്റ്റൻസസിൻ്റെ ആരൊക്കെ വരുന്നുണ്ട്? വൈറസസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഫംഗിൻ്റെ, പ്രൊട്ടോസോവൻസ് ഉണ്ട്, അതേപോലെ ആൽഗേ ഉണ്ട്. ഇതൊക്കെ ഫോറിൻ സബ്സ്റ്റൻസസ് ആണ്. ഇവരൊക്കെ നമ്മൾ കളക്റ്റീവായിട്ട് വിളിക്കും? പാത്തോജൻസ് വിളിക്കും. വേറെ ഫോറിൻ സബ്സ്റ്റൻസൊക്കെ ഇതൊക്കെയാണ് വെനം, കെമിക്കൽസ്, ടോക്സിൻസ്, പിന്നെ അതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ. അവരൊക്കെ ഫോറിൻ സബ്സ്റ്റൻസസ് ആണ്. ഇവരൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവേറ്റ് ആവും? ഇമ്മ്യൂൺ സിസ്റ്റം അവരെ ഐഡൻറ്റിഫൈ ചെയ്യും. ഓരോന്നിനും സ്പെസിഫിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെന്താക്കും? കൊല്ലും.
നശിപ്പിക്കും. എന്നിട്ട് ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്തിൽ നിന്ന്? ഫോറിൻ സബ്സ്റ്റൻസസിൽ നിന്ന്. ഇങ്ങനെ ബോഡീനെ എന്ത് വഴിയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വഴി. അപ്പോൾ നമുക്ക് എന്താണ് ഇനി നമ്മുടെ ഇമ്മ്യൂണോളജി, എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം, എന്താണ് ഇമ്മ്യൂൺ റെസ്പോൺസ്, എന്താണ് ഇമ്മ്യൂണിറ്റി, ഇന്ന കാര്യങ്ങൾ പഠിക്കാം.